നമസ്കാരം, ഞാൻ ഡെയ്സൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. എന്താണ് ഈ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്, എന്താണ് ഈ മൾട്ടി ക്യാപ്പ് ഫണ്ട്, അതുപോലെ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു ഉത്തരവാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ. നിങ്ങൾ നിലവിൽ മൾട്ടി ക്യാപ്പ് ഫണ്ടിലോ അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫണ്ടിൻ്റെ പേര് ദയവായിട്ടൊന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ഇത്തരം ഫണ്ടിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നോ എന്നുകൂടി കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. രാഘവേട്ടന് 2 കൃഷിത്തോട്ടങ്ങളുണ്ട്. രണ്ടും 20 ഏക്കർ വീതമാണ്. രണ്ടും തമ്മിലിങ്ങനെ കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കൃഷിത്തോട്ടം മാനേജ് ചെയ്യുന്ന കൃഷിക്കാരൻ മൊയ്തീനാണ്. രണ്ടാമത്തെ കൃഷിത്തോട്ടം മാനേജ് ചെയ്യുന്ന കൃഷിക്കാരൻ വിക്രമനാണ്. അതിനിടയ്ക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ SIP ആണെങ്കിലും ലംസം ആണെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഒരു റിസ്ക് പ്രൊഫൈൽ, ഒരു ഫിനാൻഷ്യൽ പ്രൊഫൈൽ അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യോജിക്കുന്ന ഫണ്ടുകൾ സജസ്റ്റ് ചെയ്ത് ആ ഫണ്ടുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും പ്രൊഫഷണലായി ഏറ്റവും ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തരുന്നതാണ്. നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ജേർണി അത് അവസാനിക്കുന്ന വരെ ഞങ്ങൾ ഒപ്പം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ രാഘവേട്ടന്റെ ഒന്നാമത്തെ കൃഷിത്തോട്ടം 20 ഏക്കറാണ്. അത് മാനേജ് ചെയ്യുന്നത് നമ്മുടെ മൊയ്തീനാണ്. അപ്പോൾ ഇവിടെ രാഘവേട്ടൻ മൊയ്തീന് ചില കർശന നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയൊക്കെയാണ്. പ്രധാനമായിട്ടും 3 വിളകളാണ് ഇവിടെ കൃഷി ചെയ്യേണ്ടത്: റബ്ബർ, കമുക്, തെങ്ങ്. ഇനി കൃത്യമായിട്ടുള്ള പ്രപ്പോർഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഏക്കർ. 5 ഏക്കറിൽ നിർബന്ധമായിട്ടും റബ്ബർ കൃഷി ചെയ്തിരിക്കണം. അത് കുറയാൻ പാടില്ല. ഓക്കെ. ഇനി ബാക്കിയൊരു 25%, അതും 5 ഏക്കർ വരും. അവിടെ നിർബന്ധമായിട്ടും കമുക് കൃഷി ചെയ്യണം. എന്ന് പറഞ്ഞാൽ കവുങ്ങ് കൃഷി 5 ഏക്കറിൽ കുറയാൻ വേണ്ടി പാടില്ല. ഇനി ഒരു 25%, അതും 5 ഏക്കറാണ്. അവിടെ നിർബന്ധമായിട്ടും തെങ്ങ് കൃഷി ചെയ്യണം. ഓക്കെ. അപ്പോൾ റബ്ബർ, തെങ്ങ്, കമുക് ഈ കൃഷികൾ നിർബന്ധമായിട്ടും ഏറ്റവും കുറഞ്ഞത് 5 ഏക്കറിൽ ഉണ്ടായിരിക്കണം. അതിൽ മാറ്റം വരാൻ വേണ്ടി പാടില്ല. ഇനി ബാക്കി ഒരു 5 ഏക്കർ കൂടെ ഉണ്ടല്ലോ അല്ലേ? ആ 5 ഏക്കറിൽ മൊയ്തീന് ഇഷ്ടം പോലെ കൃഷി ചെയ്യാം. വല്ല വാഴയോ കപ്പയോ ചേനയോ ചേമ്പോ പച്ചക്കറിയോ എന്തെങ്കിലും ഒക്കെ വെക്കാം. ഇനി വേണമെങ്കിൽ റബ്ബർ കൃഷിയൊക്കെ കുറച്ച് വ്യാപിപ്പിക്കാം അങ്ങോട്ട്. അതിനും കുഴപ്പമൊന്നുമില്ല. ഇവിടെ രാഘവേട്ടന്റെ കർശനമായ ഈ നിർദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ ഒന്നാമത്തെ കൃഷിത്തോട്ടം, മൊയ്തീന്റെ കൃഷിത്തോട്ടം, ഒരു വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കൃഷിത്തോട്ടമാണ്. ഉറപ്പായിട്ടും ഒരു മിനിമം സ്ഥലത്ത് റബ്ബറും കവുകും തെങ്ങും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി രാഘവേട്ടന്റെ രണ്ടാമത്തെ കൃഷിത്തോട്ടം, ഇത് മാനേജ് ചെയ്യുന്നത് വിക്രമനാണ്. ഇവിടെ വിക്രമന്റെ അടുത്ത് രാഘവേട്ടൻ ഇതുപോലെ കർശനമായിട്ടുള്ള നിർദ്ദേശമൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായിട്ടും അവിടെ വിക്രമൻ കമുക്, തെങ്ങ്, റബ്ബർ ഇത് കൃഷി ചെയ്യണം. അത് നിർബന്ധമായിട്ടും ഇത്ര ഏക്കറിൽ മിനിമം ഉണ്ടായിരിക്കണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ആർക്ക് തീരുമാനിക്കാം? വിക്രമന് തീരുമാനിക്കാം. എന്തേരം റബ്ബർ വേണം, എന്തേരം തെങ്ങ് വേണം, എന്തേരം കമുക് വേണം, ബാക്കിയുള്ള പലതരം കൃഷികൾ ഏതൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്ക് കൊടുത്തിരിക്കുകയാണ്? വിക്രമന് കൊടുത്തിരിക്കുകയാണ്. വിക്രമന് ഇവിടെ വേണമെങ്കിൽ കൂടുതൽ സ്ഥലത്തും റബ്ബർ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ കമുക് കൃഷി ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃഷി. ഇനിയിപ്പോൾ തെങ്ങിൻ്റെ കൃഷി വേണമെങ്കിൽ കുറേ കുറയ്ക്കാം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ഫ്രീഡം, അതായത് ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള നല്ല ഒരു ഫ്രീഡം ഇവിടെ വിക്രമന് കൊടുത്തിരിക്കുകയാണ് രാഘവേട്ടൻ. ഇവിടെ മൊയ്തീൻ മാനേജ് ചെയ്യുന്ന തോട്ടത്തിലുള്ളതുപോലെ കൃത്യമായ ഒരു വെൽ ഡൈവേഴ്സിഫിക്കേഷൻ എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താണ്? ഈ ഒരു സ്വാതന്ത്ര്യം ചിലപ്പോൾ എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ അല്പമൊക്കെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും അവിടെ മറ്റു പല ഗുണങ്ങളും കൃത്യമായിട്ടുണ്ട്. നമ്മളിപ്പം പറഞ്ഞ ഈ ഒരു കഥയിലെ രാഘവേട്ടൻ ആരാണ്? രാഘവേട്ടൻ ഒരു ഫണ്ട് ഹൗസ് ആണ്, ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്, ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ്. ആ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിലെ 2 ഫണ്ടുകളാണ് ഒന്നാമത്തെ കൃഷിത്തോട്ടവും രണ്ടാമത്തെ കൃഷിത്തോട്ടവും. ഇവിടുത്തെ ഫണ്ട് മാനേജർമാരാണ് മൊയ്തീനും വിക്രമനും. ഒന്നാമത്തെ കൃഷിത്തോട്ടം ഒരു മൾട്ടി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടാണ്. അതിൻ്റെ ഫണ്ട് മാനേജറാണ് ആര്? മൊയ്തീൻ. എന്താണ് ഈ മൾട്ടി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ വ്യക്തമായില്ലെങ്കിൽ ഇപ്പം വ്യക്തമാക്കി തരാം. ഇവിടെ റബ്ബർ ലാർജ് ക്യാപ്പ് കമ്പനികളുടെ ഷെയറിനെ സൂചിപ്പിക്കുന്നു, കമുക് മിഡ് ക്യാപ്പ് കമ്പനികളുടെ ഷെയറിനെ സൂചിപ്പിക്കുന്നു, തെങ്ങ് സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ ഷെയറിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു മൾട്ടി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിൽ കൃത്യമായ അനുപാതത്തിൽ ലാർജ് ക്യാപ്പിലേക്കും മിഡ് ക്യാപ്പിലേക്കും സ്മോൾ ക്യാപ്പിലേക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. മിനിമം ഇത്ര പെർസെൻറ്റേജ്
എന്ന ആ ഒരു നിബന്ധന കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. ഫണ്ട് മാനേജർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ തോന്നിയ പോലെ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ആർക്കില്ല? ഫണ്ട് മാനേജർക്കില്ല. അതുകൊണ്ട് തന്നെ മൾട്ടി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ വെൽ ഡൈവേഴ്സിഫൈഡ് ആണ് എല്ലായ്പ്പോഴും. ഇനി രാഘവേട്ടൻ എന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ രണ്ടാമത്തെ മ്യൂച്വൽ ഫണ്ടാണ് നമ്മുടെ രണ്ടാമത്തെ കൃഷിത്തോട്ടം. അതൊരു ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് പോലെയാണ്. അവിടുത്തെ ഫണ്ട് മാനേജറാണ് ആര്? നമ്മുടെ വിക്രമൻ. എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ റബ്ബറും കമുകും തെങ്ങും കൃഷി ചെയ്യണം എന്ന് പറഞ്ഞാൽ ലാർജ് ക്യാപ്പ് കമ്പനികളുടെ ഷെയർസിലേക്കും മിഡ് ക്യാപ്പ് കമ്പനികളുടെ ഷെയർസിലേക്കും സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ ഷെയർസിലേക്കും ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ മിനിമം ഇത്ര എന്നൊരു പരിധിയൊന്നും വെച്ചിട്ടില്ല. എത്ര വേണം എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ഫണ്ട് മാനേജറാണ്. ഫണ്ട് മാനേജർക്ക് അതിനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ഫ്ലെക്സിബിലിറ്റി അധികമായിട്ട് ഉള്ളതായിട്ട് കാണാം. വേണമെങ്കിൽ ലാർജ് ക്യാപ്പ് കമ്പനികളുടെ ഷെയർസിലേക്ക് കൂടുതലായിട്ട് നിക്ഷേപിക്കാം, സ്മോൾ ക്യാപ്പിലേക്ക് വേണമെങ്കിൽ ഒരുപാട് കുറയ്ക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് മാറാനുള്ള ഒരു ഫ്രീഡം ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഫണ്ട് മാനേജർമാർക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മൾട്ടി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് ആണോ ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് ആണോ മികച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം രണ്ടും നല്ലത് തന്നെയാണ്. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടി ക്യാപ്പ് ഫണ്ടുകൾ കൂടുതൽ എന്താണ്? ഡൈവേഴ്സിഫൈഡ് ആണ്. എല്ലായ്പ്പോഴും കൃത്യമായിട്ടുള്ളൊരു പോർഷൻ സ്മോൾ, ലാർജ്, മിഡ് കാറ്റഗറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഗുണം അവിടെയുണ്ട്. അതേസമയം തന്നെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളുടെ കേസിൽ ആ ഒരു സംഗതി ഇല്ല. ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ മറ്റൊരു നേട്ടമുള്ളത് ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് മാറ്റം വരുത്താനുള്ള ഫ്രീഡം ഫണ്ട് മാനേജർക്കുള്ളത് പലപ്പോഴും ഗുണം ചെയ്തേക്കും. രണ്ടാമത്തെ കൃഷിത്തോട്ടമാണല്ലോ നമ്മുടെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. നമ്മുടെ വിക്രമനാണല്ലോ അവിടുത്തെ ആര്? ഫണ്ട് മാനേജർ. ഇപ്പോൾ റബ്ബറിൻ്റെ വില തീരെ ഇടിഞ്ഞു പോയി. ഇനി കുറേ കാലത്തേക്ക് റബ്ബർ കൃഷി മോശമാകാനാണ് സാധ്യത. വിക്രമന് എന്തിനുള്ള ഫ്രീഡം ഉണ്ട്? റബ്ബർ കൃഷി പരമാവധി കുറച്ച് തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെയും കൃഷി കൂട്ടാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? വിക്രമനുണ്ട്. എന്നാൽ ഒന്നാമത്തെ കൃഷിത്തോട്ടത്തിൻ്റെ കേസിൽ ഫണ്ട് മാനേജറായിട്ടുള്ള മൊയ്തീന് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. അദ്ദേഹം വില കുറഞ്ഞാലും വില കൂടിയാലും എന്താണ്? കൃത്യമായ പ്രൊപ്പോർഷനിൽ റബ്ബറും കമുകും തെങ്ങും കൃഷി ചെയ്യണം. അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഇതിൽ ഏതാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന കാര്യം നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ പ്രൊഫൈലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് നമ്മൾ ഓരോരുത്തരും നമുക്ക് യോജിച്ച ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ പ്രൊഫൈൽ പ്രകാരം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ മൾട്ടി ക്യാപ്പ് വേണം എന്നാണെങ്കിൽ അത് ഉൾപ്പെടുത്തണം. ഇനി അങ്ങനെയല്ല ഫ്ലെക്സി ക്യാപ്പ് ആണ് വേണമെങ്കിൽ അത് ഉൾപ്പെടുത്തണം. ഇനി രണ്ടും കൂടെ വേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം രണ്ടു തരം ഫണ്ടുകളും ഉൾപ്പെടുത്താവുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൊഫൈലും റിസ്ക് പ്രൊഫൈലും അനലൈസ് ചെയ്തതിനു ശേഷം ഒരു മ്യൂച്വൽ ഫണ്ട് കൺസൾട്ടന്റ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്, ചെയ്തു തരുന്നതാണ്. അപ്പോൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു എന്ത് മൾട്ടി ക്യാപ്പ് ഫണ്ട് എന്താണ്, ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എന്താണ്, എന്താണോ വ്യത്യാസം എന്നുള്ള കാര്യം. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.